മുരാരിണാവാരി വിഹാരകാലേ മൃഗേക്ഷണാനം മുഷിതാംശുകാനം കരദ്വയം വാ കചസംഹതേർവാ പ്രമീലനം വാ പരിധാനമാസീൽ. ജലക്രീഡ ചെയ്യുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ആരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചുവോ ആ ഗോപസ്ത്രീകൾക്ക് തങ്ങളുടെ ഇരു കൈകളോ തഴച്ച തലമുടിയോ കണ്ണടയ്ക്കലോ ഒഴിവുടവയായത്. ശ്രീകൃഷ്ണദാസ്യം കൊതിച്ച് അനുരക്തകളായിത്തീർന്ന ഗോപസുന്ദരിമാർ ഒരു മാസക്കാലം പ്രഭാതത്തിൽ കാളിന്തിയിൽ ചെന്ന് കുളിച്ച് കാത്യായനീ വ്രതം അനുഷ്ഠിക്കുകയുണ്ടായി. ആ വ്രതം അവസാനിച്ച ദിവസം ആ ഗോപികമാരെല്ലാം കുറച്ചു സമയം കാളിന്തിയിൽ നീന്തി കളിക്കണം എന്ന് തീർച്ചപ്പെടുത്തി. തങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം കരയ്ക്കഴിച്ചു വെച്ച് എല്ലാവരും കാളിന്തി ജലത്തിലിറങ്ങി നീന്തി കളിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ എത്തി. അവിടെ കരയ്ക്കിരുന്ന ഗോപികമാരുടെ വസ്ത്രങ്ങളെല്ലാം അവരറിയാതെ എടുത്ത് അവിടെയുള്ള ഒരു മരത്തിൻ്റെ കൊമ്പത്ത് കയറ്റി വെച്ച് അവിടെ ഇരിപ്പായി. ഗോപസ്ത്രീകൾ ജലക്രീഡ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ തങ്ങളുടെ വസ്ത്രങ്ങൾ കാണുന്നില്ല. നോക്കിയപ്പോൾ അതെല്ലാം മരത്തിൻ്റെ കൊമ്പത്താണ്. കൃഷ്ണനും അവിടെ ഇരിക്കുന്നുണ്ട്. ലജ്ജിതകളായ ഗോപികമാർക്ക് അപ്പോൾ നഗ്നത മറയ്ക്കാൻ തങ്ങളുടെ കൈകൾ ഉപയോഗപ്പെടുത്തേണ്ടി വന്നു. ചിലർ തഴച്ചു വളർന്ന തലമുടി ഉപയോഗപ്പെടുത്തി, ചിലർ കണ്ണടച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.